الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. सबसे पहले तो मैं आज आपको और दुनिया में फैले हुए तमाम ആദ്യമായി ഞാൻ ഇന്ന് साल की मुबारकबाद देता हूँ. നിങ്ങൾക്കും मुझे भी ലോകത്തുള്ള എല്ലാ അഹ്മദികൾക്കും की तरफ से भी പുതുവർഷാശംസകൾ നേരുകയാണ്. बात के पैगाम आ रहे हैं. इन सबको मुबारक हो. എനിക്ക് വിവിധ സംഘടനകളിൽ നിന്നും ജമാഅത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നവവത്സരാശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. अपने फजल से ജമാഅത്തിനും ആശംസകൾ നേരുന്നു. साल को അള്ളാഹു തന്റെ പ്രത്യേക കൃപാവരത്താൽ फजलों और बरकतों का साल बना दे. ഈ വർഷത്തെ തന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വർഷമാക്കി മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആശംസകൾ നേരുകയാണ്. ഓരോ അഹ്മദിയും ചെയ്യേണ്ട ദുആയാണിത്. ഈ ദുആ അവരുടേതായിരിക്കേണ്ടതാണ്. अगर हम अल्लाह വെറും ബാഹ്യമായ രീതിയിലുള്ള ആശംസകൾ നേരുക എന്നത് വെറുതെയാണ്. ഭൗതികരായ ആളുകളുടെ പ്രവൃത്തിയാണിത്. बगैर അള്ളാഹുവിന്റെ ഫضലുകളെയും അനുഗ്രഹങ്ങളെയും भी बेकार हो കാരുണ്യങ്ങളെയും ആഗ്രഹിച്ചുകൊണ്ടും दुआ भी ला. പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കണം अगर हम ഈ ആശംസകൾ നേരുന്നത്. उन सलाहियतों നമുക്ക് അള്ളാഹു നൽകിയ കഴിവുകളെയും अल्लाह के फजलों को ശക്തികളെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ഫضലുകളെയും തൊരുകൂട്ടുന്നതിനായി വിനിയോഗിക്കുന്നില്ല എങ്കിൽ ഈ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം വ്യർത്ഥമായി തീരുന്നതാണ്. अमल करने का അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. को इज्तिमाई नफल पढ़ लेना काफी नहीं है. अगर हमें പുതുവർഷ രാത്രിയിൽ हमें इन नवाफिल की अदायगी ഒരുമിച്ചുകൊണ്ട് ये एहसास നമ്മൾ നമസ്കരിക്കുന്നത് പ്രയോജനപ്പെടുന്നത് हमने हत्तुल वसा ये कोशिश करनी ഈ നഫലുകൾ है नवाफिल की अदायगी തുടർന്നുകൊണ്ട് പോകും എന്ന തീരുമാനം के मयार को भी നാം खुदा ताला എടുക്കുമ്പോഴാണ്. फजलों को हासिल करने के लिए बेहतर बनाना. അള്ളാഹുവിന്റെ ഫളിനെ കരസ്ഥമാക്കുന്നതിനായി തങ്ങളുടെ ആരാധനയുടെ നിലവാരം रजा के हसूल के लिए മെച്ചപ്പെടുത്തുന്നതാണെന്നും നാം തീരുമാനമെടുക്കുകയും തങ്ങളുടെ കർമ്മങ്ങൾ हमने 2 दिन ഓരോന്നും തന്നെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ചെയ്യുന്നതാണെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ്. ഈ ചിന്തയോടുകൂടിയാണ് നാം 2 ദിവസം മുമ്പ് തങ്ങളുടെ പുതുവർഷം ആരംഭിച്ചതെങ്കിൽ, बैठने की പുതുവർഷ ആശംസകൾ നേർന്നതെങ്കിൽ, നാം അള്ളാഹുവിന്റെ ഫضലുകളെയും അനുഗ്രഹങ്ങളെയും കാരുണ്യങ്ങളെയും തൊരുകൂട്ടുന്നവരിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹു നാം എല്ലാവരുടെയും ചിന്ത ഇതാക്കി മാറ്റട്ടെ. यही ഇങ്ങനെയുള്ള ചിന്തയില്ല എങ്കിൽ जो अल्लाह ताला അള്ളാഹു നമ്മുടെ ചിന്ത ഇതാക്കി തീർക്കട്ടെ. बनाती है. ഈ ഒരു ചിന്തയാണ് महज अपने फजल से हम पर जो सनात കഴിഞ്ഞ വർഷ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മെ നന്ദിയുള്ളവരാക്കി മാറ്റുന്നത്. അള്ളാഹുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം നമ്മിൽ വർഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് हमारी जिंदगी का मकसद അവന്റെ മുമ്പിൽ കുമ്പിടുന്നവരായി अल्लाह ताला ने നാം മാറുന്നതാണ്. അള്ളാഹുവിന് മുമ്പിൽ സമ്പൂർണമായ നമ്മുടെ വണക്കം തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. फरमा होनी चाहिए. जब हम അതിനാൽ पिछले साल का जायजा നാം ആശംസകൾ നേരുമ്പോൾ ഈ ഒരു വികാരമാണ് ഉണ്ടായിത്തീരേണ്ടത്. जहां बात मुश्किल കഴിഞ്ഞ വർഷത്തേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ हमें अल्लाह ताला के बेशुमार ജമാഅത്ത് തലത്തിൽ आता हुआ नजर आता है. ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും फजल जारी रखने हैं 2013 വർഷം तो आज
അള്ളാഹുവിന്റെ അനന്തമായ അനുഗ്രഹ വർഷത്തിന്റെ വർഷമായിരുന്നു എന്ന് മനസ്സിലാകുന്നതാണ്. അതിനാൽ ഈ അനുഗ്രഹങ്ങൾ തുടർന്നുകൊണ്ട് പോകണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിനയവും കഠിനാധ്വാനവും പ്രാർത്ഥനയും മുഖേന ഈ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനായി പരിശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജമാഅത്തിന്റെ ചില സേവനങ്ങൾ ചുമത്തപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഫളിനെ കരസ്ഥമാക്കാനായി വിനയവും കഠിനാധ്വാനവും പ്രാർത്ഥനയും അനിവാര്യമാണെന്ന് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജമാഅത്തിൽ ഞങ്ങൾക്ക് ഇത്രയിത്ര സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ചിലർ സന്തോഷിക്കുന്നു. അവർ പറയുന്നത് ജോലി ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്നതാണെന്നത് ശരിയാണ്. എന്നാൽ ഇത് സൗഭാഗ്യമായി തീരുന്നത് ഹൃദയത്തിലെവിടെയും ഇന്ന സ്ഥാനത്താണെന്ന ചിന്തയെ ഇല്ലാതാകുമ്പോഴാണ്. മറിച്ച് ദീനീ സേവനം എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ദീനീ സേവനത്തെ ദൈവത്തിന്റെ ഒരു കൃപാവരമായി നാം കാണണം. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. തങ്ങളുടെ അഹംഭാവവും പൊങ്ങച്ചവും അഹങ്കാരവും താൻ മറ്റുള്ളവരെക്കാളും ഉന്നതനാണെന്നുള്ള ചിന്തയും തീരെ ഇല്ലാതായി തീരേണ്ടതാണ്. ആരാണോ ഈ ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയും വിനയം എപ്പോഴും മുമ്പിൽ വെക്കുകയും ചെയ്യുന്നത്, അവരുടെ പ്രവർത്തനത്തിൽ അള്ളാഹു അനന്തമായ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യുന്നു. അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരും അവരുടെ യഥാർത്ഥ സഹായികളായി മാറിക്കൊണ്ട് ജമാഅത്തി സേവനങ്ങൾ ചെയ്യുന്നവരായി തീരുന്നതാണ്. ജമാഅത്തംഗങ്ങളും സസന്തോഷം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ ഭാരവാഹികളെയും സേവനം ചെയ്യുന്നവരെയും തങ്ങളിൽ വിനയവും എളിമത്വവും ആത്മാർത്ഥതയും കഠിനാധ്വാനശീലവും ദുആയുടെ അവസ്ഥയും മുമ്പത്തേക്കാൾ ഉപരി ഉണ്ടാക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. ഇങ്ങനെയായി തീർന്നാലാണ് അവർ കാലത്തിന്റെ ഖലീഫയുടെ സുൽത്താൻ നസീറായി തീരുന്നത്. ജമാഅത്തങ്ങളും ഇതോടുകൂടി ജമാഅത്തി പ്രവർത്തനങ്ങളെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെക്കാളും പ്രാമുഖ്യം നൽകുന്നവരായി മാറുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ഫളിന്റെ കാഴ്ചകൾ എപ്പോഴും കാണുന്നവരായി നാം മാറുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ പ്രവൃത്തിയെന്ന് ഓരോ അഹമ്മദിയും അറിയുന്നതാണ്. ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുക എന്ന ആ മഹാത്മാവിനെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി. ചിന്നിച്ചിതറിയ മുസ്ലിങ്ങളെ ഒന്നാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രവർത്തികൾ ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരെയും ഒന്നിപ്പിക്കണം. മസ്ജിദുകളുടെ നിർമ്മാണം, മിഷൻ ഹൗസുകളുടെ നിർമ്മാണം, പുസ്തകങ്ങൾ തയ്യാറാക്കലും അതിന്റെ പ്രസിദ്ധീകരണവും മുബല്ലിഗ് മുഅല്ലിമീങ്ങളെ തയ്യാറാക്കലും അവരെ ഫീൽഡിലേക്ക് അയക്കലും തുടങ്ങിയ പ്രവർത്തികൾ ജമാഅത്ത് അള്ളാഹുവിന്റെ ഫضലോടുകൂടി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞത് നമ്മുടെ ജീവിത ലക്ഷ്യം അവനെ ആരാധിക്കുക എന്നതാണ്. ഒരു മുസ്ലിം പുരുഷന് ജമാഅത്തായ നമസ്കാരം ഫർളാണ്. ജമാഅത്തായ നമസ്കാരത്തിന് മസ്ജിദുകളും അതിനനുയോജ്യമായ സ്ഥലങ്ങളുടെ നിർമ്മാണവും അനിവാര്യമാണ്. അള്ളാഹു കഴിഞ്ഞ വർഷം അനന്തമായ അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. അതിൽ ഒന്ന്, ലോകത്ത് നമുക്ക് മസ്ജിദുകൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നത് വലിയ ഫളിലാണ്. മസ്ജിദുകളെ ജനസാന്ദ്രമാക്കുവാനും സാധിച്ചു.
പ്രത്യേകിച്ച് फार ईस्ट में भी, लेकिन अफ्रीका और इंडिया में खासतौर पर इस सिलसिले में बहुत काम हुआ है। ആഫ്രിക്കയിലും ഇന്ത്യയിലും ഈ പ്രവർത്തികൾ വളരെ കൂടുതലായി നടക്കുകയുണ്ടായി. യൂറോപ്പിലും ഓസ്ട്രേലിയയിലും മറ്റു പ്രദേശങ്ങളിലും ഇത് നടന്നിട്ടുണ്ട്. अल्लाह ताला के फजल से അതിന്റെ ഒരു കണക്ക് ഞാൻ സമർപ്പിക്കാം. 136 2013 വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 136 പള്ളികൾ നിർമ്മിക്കാനും ഇന്ത്യയിലെ ചെറിയ ഗ്രാമങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നതിനായി താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കുകയുമുണ്ടായി. नई मसाजिद मिली, മരവും ടിന്നും ഉപയോഗിച്ചാണ് ഈ ഷെഡുകൾ നിർമ്മിച്ചത്. जमात कर रही है, उसके जरिए അതിന്റെ എല്ലാം എണ്ണം 22 अइम्मा शामिल हुए जमात में, 258 പുതിയ പള്ളികൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. लोग भी शामिल हुए। ജമാഅത്ത് ചെയ്യുന്ന തബ്ലീഗ് പ്രവർത്തനത്തിലൂടെ ഇമാമുകൾ ജമാഅത്തിൽ ചേരുമ്പോൾ അവരോടൊപ്പം ആ പള്ളികളും നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. इनमें से जो ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ പ്രവർത്തികൾ ആഫ്രിക്കയിലും ഇന്ത്യയിലുമാണ് നടന്നത്. मसाजिद 158 22 शेड इंडिया में मस्जिद के लिए പള്ളികളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. आगे फौरी जरूरत थी। शेड इसलिए 102 പള്ളികൾ ആഫ്രിക്കയിൽ നിർമ്മിക്കുകയുണ്ടായി. और अफ्रीका में 22 ഷെഡുകൾ മസ്ജിദിനായി तमीर हैं, ഇന്ത്യയിൽ നിർമ്മിക്കുകയുണ്ടായി. कहा कि बाकी ममालिक ഷെഡുകൾ ഉണ്ടാക്കുന്നത് मस्जिदें तमीर हुई। നമ്മുടെ ഉടനടിയുള്ള ആവശ്യം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. ആഫ്രിക്കയിൽ ഇപ്പോൾ 41 മസ്ജിദുകൾ നിർമ്മാണത്തിലാണ്. 21 ഞാൻ പറഞ്ഞതുപോലെ മറ്റു നാടുകളിലും ഈ വർഷം മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ 121 മിഷൻ ഹൌസുകൾ നിർമ്മിക്കപ്പെട്ടു. जगहों पर ഇതിൽ 77 എണ്ണം काफी वसी, ആഫ്രിക്കയിലും 5 എണ്ണം ഇന്ത്യയിലുമാണ്. और उसमें भी ईस्ट और वेस्ट में ഇന്ത്യ 6, 7, 8 ममालिक हैं जहाँ, വിസ്തൃതമായ നാടാണ്. और बड़ी तेजी से वहाँ ആഫ്രിക്ക ഉപഭൂഖണ്ഡമാണ്. അവിടെ कहा 8 രാജ്യങ്ങളുണ്ട്. അവിടെയാണ് ജമാഅത്ത് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. करना है। ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ജോലി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശത്തിന്റെ പ്രചാരണമാണ് നമ്മുടെ ജോലി. അങ്ങനെ ലോകത്തിന് ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങൾ അറിയാൻ കഴിയണം. और इसके अलावा നമ്മുടെ മുബല്ലിഗ്മാർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. तो उनके जरिए से भी एक हद तक ഇതുകൂടാതെ इस्लाम की तालीम को दुनिया को पता चलता വിവിധ രാജ്യങ്ങളിൽ ഞാൻ നടത്തിവരുന്ന സന്ദർശനങ്ങൾ മുഖേന है। इफ्तार ജമാഅത്തിന്റെ പ്രചാരണം നടക്കുന്നു. ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങൾ हैं जो मुस्तक़िल എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഈ പ്രചാരണത്തെ പിന്തുടർന്നുകൊണ്ട് से भी हैं, മുബല്ലിഗ്മാർ പ്രവർത്തിക്കുന്നു. ചിലർ സ്ഥിരമായി പത്രങ്ങളിൽ കോളം എഴുതുന്നുണ്ട്. ചിലർ ये पैगाम भी अल्लाह ताला എന്റെ ഖുത്ബകളുടെ വെളിച്ചത്തിൽ बहुत ज्यादा പത്രങ്ങളിൽ കോളം എഴുതുന്നവരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ എഴുതുന്നു. ഈ സന്ദേശവും ഈ വർഷം पहले मैं बता भी चुका हूँ പ്രചരിക്കുകയുണ്ടായി. दौरों के बाद कि अमेरिका में 2013 വർഷം ഇതിന് വളരെ വർധനമുണ്ടായി. എന്റെ സന്ദർശനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. पैगाम पहुंचा। കഴിഞ്ഞ വർഷം അമേരിക്കയിൽ എന്റെ സന്ദർശനം നടത്തിയപ്പോൾ दौरों के दौरे മൊത്തം കണക്കനുസരിച്ച് 12 മില്യൺ ആളുകളിലേക്കാണ് സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞത്. കനഡ സന്ദർശന വേളയിൽ 2 പട്ടണങ്ങളുടെ സന്ദർശനമാണ് ഞാൻ നടത്തിയത്. 8.5 മില്യൺ ആളുകൾക്ക് സന്ദേശം എത്തിച്ചു. बेशुमार ഈ 2 നാടുകളിലും ഏകദേശം 2 കോടി ആളുകളിലേക്കാണ് സന്ദേശം എത്തിക്കാൻ സാധിച്ചത്. कि अहमदियत पैगाम पहुंचाने के नए से नए रास्ते खुल रहे हैं। അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള പുതിയ വഴികൾ मेरे दौरों के जरिए തുറന്നുകൊണ്ടിരിക്കുകയാണ്. जो नए रास्ते ഇതും അള്ളാഹുവിന്റെ വലിയ ഫളിലാണ്. और उन्हें फिर मुबल्लिगीन ने मज़ीद സന്ദേശം എത്തിക്കാനുള്ള പുതിയ മാർഗങ്ങൾ एक्टिव हुआ എന്റെ സന്ദർശന ഫലമായി തുറക്കുകയുണ്ടായി. वो इस काम को ആ മാർഗങ്ങളെ മുബല്ലിഗ്മാർ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആക്റ്റീവായിരിക്കുന്ന ഈ കാര്യത്തിൽ താൽപര്യമുള്ള മുബല്ലിഗ്മാർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. इसी तरह അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഇതിൽ നല്ല വിജയവും ലഭിക്കുന്നുണ്ട്. 10 साल मैंने मसाजिद के संग बुनियाद रखे और जलसे में शामिल हुआ। ജർമ്മനി സന്ദർശനത്തിൽ वहाँ अखबार
2 സന്ദർശനമാണ് നടത്തിയത്. മസ്ജിദുകൾക്ക് തറക്കല്ലിടൽ, ജൽസയിൽ പങ്കെടുക്കൽ എന്നീ 2 സന്ദർശനങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. जर्मनी तक ही नहीं, അവിടെ പത്രങ്ങളും റേഡിയോ സ്റ്റേഷനുകളും TV സ്റ്റേഷനുകളും എല്ലാം അതിന്റെ കവറേജ് നൽകുകയുണ്ടായി. ഇത് ജർമ്മനിയിൽ മാത്രം പരിമിതമായി ഇരുന്നില്ല. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡ് എന്നിവരുടെ സംയുക്ത TV ചാനലുമുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ फिर सिंगापुर है, ജർമ്മൻ യാത്രയിൽ है, जापान है, 4 മില്യൺ ആളുകൾക്ക് സന്ദേശം എത്തിക്കാൻ സാധിച്ചു. मीडिया ने സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ करोड़ अफराद तक काम, തുടങ്ങിയ നാടുകൾ സന്ദർശിച്ചപ്പോഴും വളരെ വ്യാപകമായ രീതിയിൽ മീഡിയകൾ കവറേജ് നൽകുകയുണ്ടായി. तो ये अल्लाह ताला ഞാൻ പറഞ്ഞിരുന്നത് പോലെ 3 കോടി ആളുകളിലേക്ക് സന്ദേശം ये कभी नहीं, എത്തുകയുണ്ടായി. ये इंसानी कोशिश ഇതെല്ലാം അള്ളാഹുവിന്റെ ഫളിലാണ്. മനുഷ്യ പ്രയത്നം കൊണ്ട് है कि ऑस्ट्रेलिया में जो हमारे सेक्रेटरी खारजा ഇവയൊന്നും ഒരിക്കലും നടക്കില്ല. का ताल्लुक था, മനുഷ്യ പ്രയത്നത്തിന്റെ അവസ്ഥ നോക്കുക. ഓസ്ട്രേലിയയിൽ നമ്മുടെ ഒരു സെക്രട്ടറി ഖാരിജ, ഇദ്ദേഹത്തിന് പ്രസ്സും മീഡിയയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റേറ്റ് പത്രത്തിന്റെ പ്രതിനിധിയെ ഇന്റർവ്യൂവിനായി ക്ഷണിച്ചിരുന്നു. लेकिन अल्लाह ताला ने ये इंतजाम ऐसा किया, അദ്ദേഹം വരും എന്നും സമ്മതിച്ചതായിരുന്നു. എന്നാൽ ഇന്റർവ്യൂവിന് നിശ്ചയിച്ച സമയത്ത് ഒഴിഞ്ഞുമാറുകയുണ്ടായി. नेशनल अखबार है, എന്നാൽ അള്ളാഹു ഒരുക്കിയ സംവിധാനം നോക്കുക. और वो जिस तरह लगता അവിടുത്തെ ദേശീയ പത്രത്തിന്റെ പ്രതിനിധിയുമായി നാം ബന്ധപ്പെടുകയുണ്ടായി. है और कब मैं आऊं, എന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ്. 15 മിനിറ്റിന് മുമ്പേ മാത്രമാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചത്. ഉടനെ അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായി. ഇത് അള്ളാഹു തന്റെ സഹായഹസ്തങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. इंटरव्यू लेगा और वो भी नेशनल അല്ല എങ്കിൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരാളെ ക്ഷണിച്ചാൽ വരിക എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. അദ്ദേഹം വരികയും ഇന്റർവ്യൂ എടുക്കുകയും അതും ദേശീയ പത്രത്തിന്റെ പ്രതിനിധി തന്നെ വരികയും മാത്രമല്ല അവർ ദേശീയ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ജർമ്മനിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജമാഅത്തിനെ കുറിച്ചുള്ള വാർത്ത നാഷണൽ ടിവിയിൽ വന്നത്. ഓസ്ട്രേലിയയിലെ നാഷണൽ, ഇന്റർനാഷണൽ ചാനലുകളിൽ വാർത്തകൾ വന്നു. न्यूजीलैंड के नेशनल टेलीविजन ने खबर दी, मौरी 46 നാടുകളിൽ ഈ വാർത്തകൾ വരികയുണ്ടായി. जापान ന്യൂസിലാൻഡിലെ നാഷണൽ ടിവിയിൽ വാർത്തകൾ വന്നു. 20 मिलियन या 2 करोड़ है, അവിടെ മോറി ഗോത്ര ടിവിയിൽ വാർത്ത വന്നു. ജപ്പാനിലെ ഒരു പത്രത്തിന്റെ സർക്കുലേഷൻ और फिर यही नहीं, 2 കോടിയാണ്, 20 മില്യൺ. इंचार्ज का भी इंटरव्यू उन्होंने लिया, അവരും എന്റെ ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടുത്തെ മിഷണറി ഇൻചാർജിന്റെ ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. പിന്നീടും വീണ്ടും വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. और वहाँ जो हमारी मस्जिद बन रही है ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. उसके बारे में भी खबरें शाया की। अल्लाह ताला के फजल से ऐसी ജപ്പാനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ മസ്ജിദിനെ കുറിച്ചുള്ള വാർത്തകളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ വിസ്തൃതമായ നല്ല ഒരു സ്ഥലമാണ് നമുക്കവിടെ ലഭിച്ചത്. जरूरत नहीं पड़ेगी, അതിൽ ഒരു ഹാൾ നേരത്തെ ഉണ്ടാക്കിയതുണ്ട്. बनने से जापान में ആ ഹാൾ ഖിബിലക്ക് അഭിമുഖമായി നിൽക്കുന്നത് ഒരു യാദൃച്ഛികം മാത്രം. मैंने कहा അതിനാൽ അതിനെ പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഈ മസ്ജിദ് നിർമ്മാണത്തോടുകൂടി ജപ്പാനിൽ ഇസ്ലാമിന്റെ സന്ദേശം ആമിരത്ത് മുഖേന വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ तुम हो गया किस्सा, മസ്ജിദിന്റെയും मिशनरी का इंटरव्यू സന്ദർശനം കാരണമായും और പ്രചരണം നടന്നു. ഇത് താൽക്കാലികമായ ഒരാവേശം മാത്രമല്ല. അതിനുശേഷം മിഷണറിയുടെ ഇന്റർവ്യൂ അവരെ എടുക്കുകയും അത് तो बहरहाल अल्लाह ताला के फजल പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും और टेलीविजन के जरिए से दुनिया में मेरे दौर അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹങ്ങളാണുള്ളത്. റേഡിയോ, TV മുഖേന ലോകത്ത് इसी എന്റെ സന്ദർശനം കാരണമായി इस साल में 18 കോടി 26 ലക്ഷം 16 ജനങ്ങളിലേക്ക് സന്ദേശമെത്തുകയുണ്ടായി. ഇതേപോലെ ഈ വർഷം 1088 പത്രങ്ങൾ മുഖേന 16 കോടിയോളം ജനങ്ങളിലേക്ക് സന്ദേശമെത്തി. ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രത്യേക ഫളിലാണ്. അവൻ ഇത്രയും വ്യാപകമായ രീതിയിൽ അഹമ്മദിയത്തിന്റെ, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി. मीडिया के जरिए से वहाँ ആഫ്രിക്കൻ നാടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ
ഇത് കൂടാതെയുള്ളതാണ്. അവിടെയും വളരെ വ്യാപകമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. മീഡിയ മുഖേന അവിടെ കോടിക്കണക്കിന് ആളുകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയുണ്ടായി. ഖാനയുടെ സർക്കാർ TV जलसा जो हुआ 2013 ഖാന ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ MTയുടെ പ്രോഗ്രാമുകൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. 2013 നടന്ന ജൽസയിലെ പ്രോഗ്രാമുകൾ അവർ കാണിച്ചു. जा रहे हैं। बस अल्लाह ताला ഈ പ്രോഗ്രാം സാറ്റലൈറ്റ് മുഖേന ഖാനയുടെ പ്രാന്ത പ്രദേശങ്ങളിലും എത്തുന്നുണ്ട്. पैगाम पहुंचाने ചുരുക്കത്തിൽ അല്ലാഹു തആല അത്ഭുതകരമായ രീതിയിൽ में जो मुख्तलिफ रिसेप्शन मेरी हुई യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുള്ള മാർഗം തുറന്നു തരുന്നു. उनमें शामिल होने वाले भी बड़े मुतासर हुए। ഈ കഴിഞ്ഞ വർഷം पढ़े लिखा था പല റിസപ്ഷനുകളിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. और पॉलिसी बना അതിൽ പങ്കെടുത്തവരും വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. വിദ്യാസമ്പന്നരും ശാസ്ത്രജ്ഞരും നയതന്ത്ര പ്രതിനിധികളും എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. അവരുടെ മുമ്പാകെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ വിവരിച്ചപ്പോൾ അത് അവർക്ക് തികച്ചും इस्लाम की इस तरह की तालीम भी है। നൂതനമായിരുന്നു. ഇസ്ലാമിന്റെ വിവിധ അധ്യാപനങ്ങൾ കേട്ടവർ ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത്. तब लोग ഇസ്ലാമിന്റെ ഇങ്ങനെയുള്ള അധ്യാപനങ്ങളുണ്ടോ എന്ന് അവർ ആശ്ചര്യപ്പെടുന്നു. ആയതിനാൽ അള്ളാഹുവിന്റെ ഏതെല്ലാം ഫضലുകളെയാണ് മനുഷ്യൻ എണ്ണാൻ കഴിയുക. किया गया മുനാഫിക്ക് പ്രകൃതമുള്ള ആളുകൾ പറയാറുള്ളത് ഇതെല്ലാം ഇന്ന വ്യക്തി കാരണത്താലാണ് നടന്നത്, ഇതിൽ ഇത്രയധികം ചെലവ് ചെയ്തത് കൊണ്ടാണ് നടന്നത് എന്നെല്ലാമാണ്. कि ഏതായിരുന്നാലും पहुंचाने के लिए ജമാഅത്തിൽ ഇങ്ങനെ പറയുന്നവർ അല്പം ചിലർ മാത്രമാണുള്ളത്. किया जाता है। जिस तरह ജമാഅത്തിന്റെ സന്ദേശം എത്തിക്കാൻ ഏതെങ്കിലും വ്യക്തിയുടെ ആവശ്യമില്ല. ഇത് അള്ളാഹുവിന്റെ ഫضലാണ്. ऐसे लोग ഇവർ അനാവശ്യമായി കുപ്രചരണം നടത്തുന്നത് പോലെയുള്ള രീതിയിൽ അത്രമാത്രം ചെലവ് ചെയ്യുന്നുവൊന്നുമില്ല. मुनाफिक लोग ജമാഅത്തങ്ങൾ ഇത്തരം ആളുകളെ തൊട്ട് ജാഗരൂകരായിരിക്കേണ്ടതാണ്. इतने ഈ മുനാഫിക് പ്രകൃതക്കാർ വളരെ ആകർഷകമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. नहीं हो सकता। ये महज और महज अल्लाह ताला का फजल है। ഞാൻ പറഞ്ഞതുപോലെ चाहता तो हम ഇത്രയും വിശാലമായ രീതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പ്രയത്നഫലമായി സന്ദേശം എത്തുകയില്ല. ഇത് തികച്ചും അള്ളാഹുവിന്റെ ഫضൽ ഒന്ന് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ നാം എത്ര പണിപ്പെട്ടാലും के बाज ഇതൊന്നും നടക്കുമായിരുന്നില്ല. ചില യാത്രകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ചില उन्होंने ഉന്നത വ്യക്തികളെ കാണാനായി ചിലർ പറയാറുണ്ട്. उसके बाद उन्होंने बड़ी അവരെ കാണാൻ പറയും. बार बार ख्वाहिश की मिलने की। എന്നാൽ ചില കാരണങ്ങളാൽ इस बात के गवाह हैं। അത് ഞാൻ നിഷേധിക്കാറുണ്ട്. में आना എന്നാൽ അങ്ങനെയുള്ളവർ കാണാൻ വേണ്ടി പിന്നീട് അപേക്ഷിക്കാറുണ്ട്. जमात ഇത് ജമാഅത്ത് സാക്ഷിയാണ്. के जरिए അതിനാൽ ഏതെങ്കിലും വ്യക്തിയെ इंतहाई गलत तस्वीर സ്വാധീനിച്ചത് കൊണ്ടോ का फजल है जो ഏതെങ്കിലും വ്യക്തിയെ കണ്ടതുകൊണ്ടോ इंसान से ജമാഅത്തിന്റെ സന്ദേശം എത്തുകയുള്ളൂ എന്ന ചിന്ത വളരെ മോശമായ ചിന്തയാണ്. അള്ളാഹുവിന്റെ ഫضൽ ഒന്ന് മാത്രമാണിത്. അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനവും ഞാൻ നിന്റെ സന്ദേശത്തെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുമെന്നതാണ്, ഏതെങ്കിലും വ്യക്തിയല്ല എത്തിക്കുന്നത്. അതിനാൽ ഓരോ അഹമ്മദിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഭൗതിക നേതാവിനോട് നമുക്കൊന്നും നേടാനില്ല, അവരുടെ ആവശ്യവും നമുക്കില്ല. നാം പൂർണ്ണമായും ആശ്രയിക്കുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിലാണ്. അവനാണ് നമ്മുടെ യജമാനൻ, അവനാണ് നമ്മുടെ സഹായി. अफ्रीका में അവൻ ജമാഅത്തിന്റെ പുരോഗതിയുടെ അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നു. और बाज लीडरों को ആഫ്രിക്കയിൽ परेशान की ഈ പുരോഗതി മുല്ലാക്കളെയും बात पर कुछ नहीं होता। ചില നേതാക്കളെയും दुनिया खुदा ताला വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. सल्लम के झंडे तले जमा हो रही है। അള്ളാഹുവിന്റെയും उनको ये फिक्र है റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും लोग പതാകക്ക് കീഴിയെ ലോകം ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ എന്നതിൽ അവർ സന്തോഷിക്കുന്നില്ല. അവർക്കാകെയുള്ള പ്രയാസം അഹമ്മദിയ ജമാഅത്ത് മുഖേന ഇവർ യഥാർത്ഥ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്തിനാണെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ये क्या हो रहा है कि जमात अहमदिया के जरिए से मुसलमान बन रहे हैं। ആഫ്രിക്കയിൽ നമുക്കെതിരിൽ പ്രവർത്തനങ്ങൾ वो तो നടക്കുകയുണ്ടായി. അവർ പറയുന്നത് അഹമ്മദിയ ജമാഅത്ത് മുഖേന എന്തുകൊണ്ട് ഇസ്ലാം പ്രചരിക്കുന്നു? ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാം കാഠിന്യത്തിന്റെയും कर रहे हैं मुसलमान होकर। ഭീകരവാദത്തിന്റെയും ഇസ്ലാമാണ്. എന്നാൽ ജമാഅത്ത് പ്രവർത്തനം മുഖേന या उलमा को चुपती है। ജനങ്ങൾ ഞങ്ങളുടെ ഇസ്ലാമിൽ നിന്നും അകന്ന് ഫിത്നയിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നു. അവരുടേതായ ജിഹാദിൽ നിന്നും ജനങ്ങൾ ഇത് മുഖേന അകന്നു പോകുന്നു. ഈ ഒരു കാര്യമാണ് മുല്ലാക്കളെയും ഭൗതിക നേതാക്കളെയും വിരളി പിടിപ്പിക്കുന്നത്. तो वहाँ जो नौ ടോഗോയിലെ നമ്മുടെ മുബല്ലി എഴുതുന്നു, यहाँ कुछ दिन पहले मुसलमानों का एक गिरोह आया था। അയാഗുപ്പ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ जिंदगी
അവിടെ സന്ദർശനത്തിനായി പോയതായിരുന്നു. അവിടെയുള്ള നവ അഹമ്മദി പറയുകയുണ്ടായി, കുറച്ചു ദിവസം മുമ്പ് മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ നൽകി. എന്നിട്ട് പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കാനായി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുകയാണോ അതോ അത്യാഗ്രഹം നൽകുകയാണോ? സാധനങ്ങൾ നൽകി ഇസ്ലാം സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഞങ്ങളുടെ പക്കൽ അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങൾ വന്നിരുന്നു. അങ്ങനെ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു. അതുകാരണം ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു അത്യാഗ്രഹവും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഈ മനോഹര അധ്യാപനം അവർ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് നമസ്കാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങളിൽ നിന്ന് ഞങ്ങളിത് വാങ്ങിയില്ല. ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോവുക. നിങ്ങൾ സമർപ്പിക്കുന്ന ഇസ്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന യഥാർത്ഥ ഇസ്ലാമിനെയാണ് ഞങ്ങൾ സ്വീകരിക്കുക. അതിനെക്കുറിച്ചാണ് അഹമ്മദിയ ജമാഅത്ത് ഇന്ന് പ്രചരിപ്പിക്കുന്നത്. അതിനുശേഷം അവരുടെ വിശ്വാസവും വർദ്ധിച്ചിട്ടുണ്ട്. ആ നവ അഹമ്മദി അവിടെ ഒരു മസ്ജിദും നിർമ്മിച്ചിട്ടുണ്ട്. നൈജറിലെ മുബല്ലിഗ് എഴുതുന്നു, ബർണിക്കോണിയിലെ ബൊത്തോറോ എന്ന ഗ്രാമത്തിൽ തബ്ലീഗ് ചെയ്യാൻ പോയപ്പോൾ ആ ഗ്രാമം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഉടനെ കുട്ടികൾക്കായി യസ്റുൽ ഖുർആൻ ക്ലാസ് തുടങ്ങി. ഇമാമിനുള്ള റഫ്രഷർ കോഴ്സ് തുടങ്ങി. തർബിയത്ത് പ്രോഗ്രാം തുടങ്ങി. ഈ കാര്യങ്ങൾ അവിടെയുള്ള വഹാബി മൗലവിയുടെ അടുത്ത് എത്തിയപ്പോൾ ഉടനെ അയാൾ മൗലവിമാരുടെ ഒരു സംഘവുമായി വന്ന്, ഇവർ കാഫിറാണ്, ജമാഅത്തിനെ തള്ളിക്കളയുക, നിങ്ങൾക്ക് ഞങ്ങൾ പള്ളി ഉണ്ടാക്കിത്തരാം എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ചീഫ് അവരോട് പറഞ്ഞു, ഞാൻ ജന്മനാ മുസ്ലിമാണ്. എന്റെ പ്രായത്തിന്റെ അവസാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഗ്രാമത്തിലെ പെൺകുട്ടികളെ വിശുദ്ധ ഖുർആൻ ഓതുന്നതായും ഇസ്ലാമിക കാര്യങ്ങൾ പറയുന്നതായും ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ ബർക്കത്ത് നോക്കുക, ചെറിയ കുട്ടികൾ പ്രാർത്ഥനകളും ഹദീസുകളും എന്നെ കേൾപ്പിച്ചു തരുന്നു. അതിനാൽ ആദ്യമായാണ് നിങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഇനിയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഈ ഗ്രാമത്തിലെ പിള്ളേർ നിങ്ങളെ അടിച്ചോടിക്കുന്നതാണ്. മൗലവിമാർ ഇത് കേട്ട ഉടനെ വണ്ടിയിൽ ഇരുന്ന് അവിടെ നിന്നും തടിതപ്പി. അവര് ഭീരുക്കളായിരുന്നു. ബിൽക്കുന ഫാസുവിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ബൻഫോറ റീജിയനിലെ ഒരു ജമാഅത്താണ് മിയാൻകാര. ആ ഗ്രാമത്തിലുള്ള 210 ആളുകൾ ഈ വർഷം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഇവിടെയുള്ള 2 കുടുംബങ്ങൾ അൻസാരെ ദീൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ആ സംഘടനയിലുള്ളവർ വ്യക്തിപരമായി ഇവരെ കണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ജമാഅത്ത് വിട്ട് അൻസാരെ ദീൻ എന്ന സംഘടനയിൽ ചേരാനായി നിർബന്ധിച്ചു. എന്നാൽ അഹമ്മദികൾ അവരുടെ കാര്യങ്ങൾക്ക് ചെവി കൊടുത്തില്ല. ജമാഅത്ത് വിടാൻ ഞങ്ങളിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയതെന്നും അവർ പറഞ്ഞു. അവർ പറയുന്നു, അഹമ്മദിയത്തിന്റെ അധ്യാപനവും ശിക്ഷണവും ഞങ്ങൾക്ക് തൃപ്തി നൽകിയ കാരണത്താൽ അഹമ്മദിയത്ത് വിട്ട് വീണ്ടും അന്ധകാരത്തിലെ ആപതിക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവരിപ്പോൾ കൃത്യമായി ചന്തയും നൽകുന്നുണ്ട്. ഇതേപോലെ ബനീനിലെ ജുനേമേദെ എന്ന ഒരു ചെറിയ ജമാഅത്തുണ്ട്. കരീം എന്ന വ്യക്തി ബയ്യത്ത് ചെയ്തിരുന്ന അതിന് ശേഷം 2-3 മാസങ്ങൾക്ക് ശേഷം മുല്ലാക്കളുടെ പിടിയിൽപ്പെട്ട് അയാൾ ജമാഅത്തിന്റെ എതിരാളിയായി മാറി. നമ്മുടെ മുഅല്ലിം അമീർ സാഹിബിനോട് പറഞ്ഞു, ഈ വ്യക്തി ജമാഅത്തിനെതിരിൽ അതികഠിനമായി ചീത്ത വിളിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഒരാൾ മുർത്തദ്ദായാൽ ഒരു ജമാഅത്തിന് അള്ളാഹു നൽകും എന്നത് അവന്റെ വാഗ്ദാനമാണ്. പറയുന്നു, അമീർ സാഹിബും മുഅല്ലിം സാഹിബും അതേ ദിവസം അക്കുനോപ്പെ എന്ന ഗ്രാമത്തിലുള്ള ചീഫിനെ, അവിടുത്തെ രാജാവിനെ തബ്ലീഗ് ചെയ്യാനായി പോയി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അഹമ്മദിയായി. വാഗാവോ എന്ന മറ്റൊരു സ്ഥലത്തെ 2 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടി വന്നാലും അവിടെ വന്ന് തബ്ലീഗ് ചെയ്താലും
മഗ്രിബ് നമസ്കാരം അവരുടെ ഗ്രാമത്തിൽ നമസ്കരിച്ചു, തബ്ലീഗ് ചെയ്തു. 32 ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഇങ്ങനെ പുതിയൊരു ജമാഅത്ത് ഗ്രാമത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ചീത്ത പറഞ്ഞിരുന്ന വ്യക്തി ഏതോ കേസിൽ അകപ്പെടുകയും പോലീസ് അയാളെ പിടികൂടാൻ അന്വേഷിച്ചത് കാരണത്താൽ അദ്ദേഹം ഗ്രാമം വിട്ടു പോവുകയും ചെയ്തു. നൈജീരിയയിലെ മുബല്ലി ഇൻചാർജ് എഴുതുന്നു, കാമറൂണിലെ പ്രദേശം വോംബാനി തീവ്ര മുസ്ലിങ്ങളുടെ പ്രദേശമാണ്. അവിടെ ആദ്യമായി യൗമെ ഖിലാഫത്ത് ജൽസ സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും കാമറൂണിൽ പാകിസ്ഥാനിൽ നിന്നും വരുന്നവർ അഹമ്മദിയത്തിനെ എതിർക്കാൻ ലക്ഷ്യമിട്ടു. ജൽസ യൗമെ ഖിലാഫത്ത് സംഘടിപ്പിക്കുന്ന വാർത്ത ടിവിയിലും റേഡിയോയിലും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരിലും ഈ വാർത്ത എത്തി. തബ്ലീഗ് ജമാഅത്തിൽ ഉൾപ്പെട്ട 24 അംഗങ്ങളുടെ ഒരു സംഘവും അതിൽ 10 പേര് കീനിയ വഴിയും 14 പേര് കാമറൂൺ ചാർട്ട് എന്നതിന്റെ അതിർത്തിയിലൂടെയും അവിടെ വന്നു. എന്നാൽ ആ ഗ്രാമത്തിൽ ശക്തമായ ജമാഅത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ആ ഗ്രാമത്തിലും ഉള്ള ചീഫ് ഇമാമും അവരുടെ കീഴിലുള്ള ഇമാമുകളും അവരുടെ സ്വാധീനത്തിലുള്ള വ്യക്തികളും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഈ വന്ന ഗ്രൂപ്പ് നമ്മുടെ മുഅല്ലിമുമായി ബന്ധപ്പെട്ടു. ഈ മുഅല്ലിം മുഖേനയാണ് ഇവിടെ ജമാഅത്ത് രൂപീകരിക്കപ്പെട്ടിരുന്നത്. വീടാന്തരം അദ്ദേഹം സന്ദേശം എത്തിച്ചിരുന്നു. ഈ മുബല്ലീഗിനെ സംബന്ധിച്ചാണ് ഈ തബ്ലീഗ് ഗ്രൂപ്പ് അന്വേഷിച്ചത്. തബ്ലീഗ് ജമാഅത്ത് സംഘം ആ മുഅല്ലിമിനെ കുറിച്ച് അന്വേഷിച്ചു. മുഅല്ലിം സാഹിബിന്റെ ഭാര്യ അവരോട് പറഞ്ഞു, മുഅല്ലിം സാഹിബ് പട്ടണത്തിന് വെളിയിലാണ്. അങ്ങനെ അവർ ആ പട്ടണത്തിലെ സെൻട്രൽ മസ്ജിദിലെത്തി. ഇത് വലിയ മസ്ജിദാണ്, ജമാഅത്തിന്റെ മസ്ജിദാണ്. ഇയാൾ വന്നുകൊണ്ട് അവിടുത്തെ ചീഫ് മുബല്ലിഗിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തബ്ലീഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുമ്പാകെ അഹമ്മദിയ ജമാഅത്തിന്റെ ശരിയായ ചിത്രം വിവരിക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ചീഫ് ഇമാം പറഞ്ഞു, അഹമ്മദിയ ജമാഅത്തിനെതിരിലാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നതെങ്കിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പള്ളി ഉണ്ടല്ലോ, ഇതും അഹമ്മദിയ ജമാഅത്തിന്റെ മസ്ജിദാണ്. ഞങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ ഫദ്ലിനാൽ അഹമ്മദി മുസ്ലിങ്ങളാണ്. അതിനാൽ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്യാനുള്ള അനുവാദം താങ്കൾക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകാവുന്നതാണ്. ഏതായിരുന്നാലും പോലീസിനെയും അറിയിക്കുകയുണ്ടായി. അങ്ങനെ അവരെ ആ പട്ടണത്തിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. ഇതേപോലെ ഇക്കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ പാകിസ്ഥാനി മൗലവിമാർ സമ്മേളിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് 20 മൗലവിമാർ ഒരു ഗ്രൂപ്പും, ഇന്ത്യ ഡൽഹിയിൽ നിന്നും ഒരു ഗ്രൂപ്പും ഉണ്ട്. സൗദി അറേബ്യയിൽ നിന്നും വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രദേശവാസികളുമുണ്ട്. അവർ മുസ്ലിം ജുഡീഷ്യൽ കൌൺസിലിന്റെ കീഴിൽ കോൺഫറൻസിൽ ജമാഅത്തിനെ എതിർക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെറലിയോണിൽ പാകിസ്ഥാനി തബ്ലീഗി മുല്ലമാരും മിസ്രിൽ നിന്ന് അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ മുല്ലമാരും സെറലിയോണിൽ സൗദി അറേബ്യയിൽ പോയി പഠിച്ചവരും 100 കണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പറയുന്നു ഓരോ ഫ്ലൈറ്റിലും കുറെ ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പട്ടണത്തിലും ഗ്രാമങ്ങളിൽ പോയി ജമാഅത്തിനെതിരിലും ഷിയാക്കൾക്കെതിരിലും ജനങ്ങളെ ഇളക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ്. തബ്ലീഗ് ചെയ്യുന്നതിന് പകരം ഇത്രയും കുഴപ്പമാണ് ഇവരുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരു ആഫ്രിക്ക അറബ് പദ്ധതി തുടങ്ങുമെന്ന് പറയുന്നു. അതിൽ ആഫ്രിക്കക്ക് ഒരു വലിയ തുക നൽകാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സെറാലിയോണിന്റെ പുരോഗതിക്കായി ഇത് വിനിയോഗിക്കും എന്നാണ് പറയുന്നത്. സ്കൂളുകളും മറ്റും തുറക്കുന്നതാണ്. ഇവയെല്ലാം അവിടെയുള്ള പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതുണ്ടാക്കും അതുണ്ടാക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ മുമ്പത്തെ പോലെ തന്നെ ഇതും വെറും വാക്കായിരിക്കും. മുമ്പും പലവരും ഇങ്ങനെ നടന്നിട്ടുള്ളതാണ്. പണം നൽകുമെന്ന് പറയും, എന്നാൽ സഹായം വരില്ല, അല്ലെങ്കിൽ വന്നാൽ പരസ്പരം തിന്നുമുടിക്കും. ഇൻഷാ അല്ലാഹ് ഇത് തന്നെയായിരിക്കും ഇതിന്റെയും പര്യവസാനം. ഏതായിരുന്നാലും ജമാഅത്ത് വിജയിക്കുന്നതനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഫദ്ൽ ഇറങ്ങുന്നതനുസരിച്ചുകൊണ്ട് ഈ എതിർപ്പുകളും ശക്തി പ്രാപിച്ചു വരികയാണ്. ഇത് ശക്തി പ്രാപിക്കുന്നതുമാണ്. അത് നമുക്ക് പ്രശ്നമില്ല. അത് പ്രശ്നമാക്കുകയും ചെയ്യരുത്. ഇവരുടെ വിധിയിൽ
അവസാനം നിന്ദതയും പരാജയവും മാത്രമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നാം ആലോചിക്കേണ്ടത് ഭാവിയിൽ അള്ളാഹുവിന്റെ ഫദ്ലിനെ ചെറുകൂട്ടാനായി, ഈ എതിർപ്പുകളെ നേരിടാനായി നമ്മുടെ വിശ്വാസത്തെ മുമ്പത്തേക്കാൾ ഉപരി ശക്തിപ്പെടുത്തേണ്ടതാണ്. മുമ്പത്തേക്കാൾ ഉപരി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തെ പൂർത്തിയാക്കാനായി ശ്രമിക്കുക. മുമ്പത്തേക്കാൾ ഉപരി ദുആയോടൊപ്പം ഈ വർഷത്തെ നിറക്കുക. സലാത്തിലും പാപമോചനത്തിലും കൂടുതലായി ശ്രദ്ധിക്കുക. അങ്ങനെ അള്ളാഹു എപ്പോഴും നമ്മിൽ കാരുണ്യദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് തന്റെ ഫദ്ലിനെ നമ്മിൽ വ്യാപകമാക്കി ഇറക്കുമാറാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടട്ടെ. എല്ലാ എതിരാളികളെയും എതിർപ്പിനെയും കാറ്റിൽ പറത്തട്ടെ. അള്ളാഹുവിന്റെ ഫദ്ൽ മുമ്പത്തേക്കാൾ ഉപരി നമ്മിൽ വർഷിക്കട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദുആയിൽ അള്ളാഹു വലിയ ശക്തികളാണ് വെച്ചിരിക്കുന്നത്. ദുആ മുഖേന മാത്രമേ എന്തും നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു എന്നെ ഇൽഹാമിലൂടെ പലവരും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുധം ദുആ ഒന്ന് മാത്രമാണ്. മറ്റൊരു ആയുധവും എന്റെ പക്കലില്ല. അതുകൊണ്ട് ഈ ആയുധമാണ് നാം ഉപയോഗിക്കേണ്ടത്. നമുക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇന്ന് ജനുവരിയിലെ ആദ്യത്തെ ജുമുഅയാണ്. നമ്മുടെ പൊതുരീതി അനുസരിച്ച് ഈ വെള്ളിയാഴ്ചയാണ് വഖഫ് ജദീദിന്റെ പൊതുവർഷ പ്രഖ്യാപനം നടക്കാറുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ വർഷം വഖഫ് ജദീദ് മുഖേന അള്ളാഹു നൽകിയ ഫദ്ലുകളെക്കുറിച്ചും പരാമർശിക്കാറുണ്ട്. അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിലത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വഖഫ് ജദീദിന്റെ ചന്തയുടെ വലിയൊരു ഭാഗം ആഫ്രിക്കയിലാണ് ചെലവഴിച്ചു വരുന്നത്. തബ്ലീഗിൽ മുന്നേറാനും മസ്ജിദുകൾ നിർമ്മിക്കാനുമെല്ലാം ഈ ചന്ത പ്രയോജനപ്പെടുന്നു എന്നത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. ഇത് സംബന്ധമായി ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ വഖഫ് ജദീദ് എന്ന പദ്ധതി ആദ്യം പാകിസ്ഥാനിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാലാം ഖിലാഫത്തിൽ ഖലീഫത്തുൽ മസീഹ് നാലാമൻ പാകിസ്ഥാനിന് പുറത്തും ഈ പദ്ധതി വ്യാപിപ്പിക്കുകയുണ്ടായി. ഇത് ജമാഅത്ത് പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തി. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ആഫ്രിക്കയിലും ഇന്ത്യയിലും മസ്ജിദുകളും മിഷൻ ഹൗസുകളും നിർമ്മിക്കുകയുണ്ടായി. ചിലത് വാങ്ങിയിട്ടുമുണ്ട്. ഇതുകൂടാതെ തബ്ലീഗ് പ്രവർത്തനങ്ങളുണ്ട്. ഇവ മുഖേന ലക്ഷക്കണക്കിന് തൽപ്രകൃതക്കാർക്ക് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ താമസിക്കുന്ന അഹമ്മദികളും അവരുടെ കഴിവനുസരിച്ച് അനിതര സാധാരണമായ രീതിയിൽ സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ദാരിദ്ര്യം കാരണമായി അവരുടെ എല്ലാ ചെലവുകളും വഹിക്കാൻ കഴിയും വിധം അവർക്ക് ചെലവഴിക്കാൻ കഴിയില്ല. അതിനാൽ സമ്പന്ന നാട്ടിലെ വഖഫ് ജദീദിന്റെ ചന്ത പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ഇന്ത്യയിലുമാണ് ചെലവഴിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ആവേശത്തോടെ ഈ നാട്ടിലുള്ളവരും ചന്ത നൽകുന്നുണ്ട്. നമ്മുടെ ഗിനി കുനാക്കുറിയിലെ മുബല്ലി എഴുതുന്നു, ഒരു അഹമ്മദി യുവാവ് മുഹമ്മദ് സാക്കു പറയുന്നു, എന്റെ വിവാഹ തീയതി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള അത്ര പണം എന്റെ കൈവശമുണ്ടായിരുന്നില്ല. പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് നിരാശ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ അവസരത്തിൽ ചന്ത ആവശ്യപ്പെടുകയുണ്ടായി. വീട്ടിൽ ഉണ്ടായിരുന്ന പൈസ എടുത്ത് ചന്തയായി നൽകി. അപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ച ആൾ പറഞ്ഞു, വീട്ടിൽ ഉണ്ടായിരുന്ന പണം എടുത്തു കൊടുത്തുവോ, ഇനി എന്തു ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഒരു വിശ്വാസിയാണ്. അള്ളാഹുവിൽ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകപ്പെട്ടത് പാഴായി പോവുകയില്ല. പറയുന്നു, അദ്ദേഹം അടുത്ത ദിവസം ജോലിക്ക് പോയപ്പോൾ ഇതുവരെ തടയപ്പെട്ടിരുന്ന പൈസ മൊത്തം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വൈകുന്നേരം വീട്ടിൽ വന്ന് ഈ പണമെല്ലാം കൊടുത്തപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി.
അള്ളാഹു എത്ര പെട്ടെന്നാണ് അനുഗ്രഹം ചൊരിഞ്ഞത്. हैं ഇനി कि साल മറ്റൊരു സംഭവം, ത്യാഗത്തിന്റെ ഏതെല്ലാം മാർഗങ്ങളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. ബനിൽ നിന്നും നമ്മുടെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, कुछ डूब के വർഷാരംഭത്തിൽ अफराद के पास चंदा तो क्या खाने की കോത്തോനോവ് റീജിയനിലെ അറ്റ്ലാന്റ പ്രദേശത്ത് ശക്തമായ മഴ വർഷിച്ചു. അത് കാരണം കൃഷി പൂർണ്ണമായി നശിച്ചു. കൊടിയ ക്ഷാമം നേരിട്ടു. എല്ലാം മുങ്ങിപ്പോയി. ചന്ത നൽകാൻ പോകട്ടെ, ഭക്ഷണത്തിന് പോലും ഒന്നും ഇല്ലാത്ത സ്ഥിതിയായി. ഈ അവസ്ഥയെ മാറുന്നതിനായി അദ്ദേഹം എനിക്ക് കത്തയച്ചിരുന്നു. അവിടെയുള്ള ഒരു ജമാഅത്ത് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. इस बार നമ്മുടെ ഗ്രാമീണ ജമാഅത്തങ്ങളുടെ വിളവ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചന്തയും നൽകാൻ കഴിയില്ല. प्लॉट या खेत या कुछ फसल जो है കാരണം അതിൽ നിന്നാണ് ചന്ത നൽകിയിരുന്നത്. അതിനാൽ ഈ പ്രാവശ്യം നാം കൃഷി ഇറക്കുമ്പോൾ ഒരു ഭാഗം കൃഷി ജമാഅത്തിനുള്ള കൃഷിയായിരിക്കും. അത് പൂർണ്ണമായും ചന്തക്കായി നീക്കിവെക്കുന്നതാണ്. അതിനുശേഷം അവർ കൃഷി ഇറക്കി. फ्रांक उसमें से അള്ളാഹു അതിൽ വളരെയധികം ബർക്കത്ത് ഇടുകയും അവരുടെ ചന്ത മുഴുവനും നൽകുകയും ചെയ്തു. അതായത് 11,800 ഫ്രാങ്ക് അതിൽ നിന്നും വരുമാനം ലഭിച്ചു. അതെല്ലാം ചന്തയായി നൽകുകയുണ്ടായി. जो मुहस्सर इनसे ഇതേപോലെ ഗാംബിയയിലെ ഒരു സ്ത്രീയെ കുറിച്ച് बार बार घर के अंदर जाती हैं और अपनी മുബല്ലിഗ് സാഹിബ് പറയുന്നു, रकम ले आती हैं। അവരുടെ വീട്ടിൽ ചന്ത പിരിക്കാൻ പോയപ്പോൾ ഓരോ പ്രാവശ്യം വീട്ടിനകത്ത് പോയി തന്റെ ഓരോ മക്കളുടെയും പേരിൽ ചന്ത നൽകിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് पेश कर दी और कहते थे कि हम क्यों स्वाब से पीछे रहें। കുട്ടികൾ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന दिलों में भी തുച്ഛമായ തുകയും ചന്ത ഇനത്തിൽ നൽകി. इसी तरह गैम्बिया എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് പ്രതിഫലത്തിൽ നിന്നും പിന്നോട്ട് മാറുന്നത്? കുട്ടികളുടെ മനസ്സിലും ചന്തയുടെ പ്രാധാന്യം അള്ളാഹു ഇട്ടുകൊടുക്കുന്നു. ഇതേപോലെ ഗാംബിയയിലെ रास्ते में मुझे मालूम हुआ ഒരു നവ അഹമ്മദി വനിത അവർ വസ്ത്രം അലക്കാനുള്ള സോപ്പ് വാങ്ങാൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവർക്ക് അറിയാൻ കഴിഞ്ഞത് ചന്തയെക്കുറിച്ച് വിളംബരം വന്നിട്ടുണ്ടെന്നും എത്ര കുറവാണെങ്കിലും എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും അറിഞ്ഞു. അപ്പോൾ അവർ കൈവശമുണ്ടായിരുന്ന പണം ചന്തയായി നൽകി. അലക്ക് സോപ്പിനുള്ള സംവിധാനം അള്ളാഹു സ്വയം നൽകുമെന്ന് പറയുകയും ചെയ്തു. അള്ളാഹു അതിനുള്ള സംവിധാനം ചെയ്തത് ഇപ്രകാരമാണ്. 2 ദിവസത്തിന് ശേഷം അവരുടെ വീട്ടിലൊരു അതിഥി വന്നു. എന്നിട്ട് ഒരു പെട്ടി നിറയെ അലക്ക് സോപ്പ് സമ്മാനമായി നൽകുകയും ചെയ്തു. जो ബെനിനിലെ नेकियां मुझे आने वाली हैं ഒരു സഹോദരി चढ़कर हिस्सा लेती हैं, कहती हैं इस ആരെയും കാണിക്കാതെയാണ് നന്മകൾ ചെയ്തിരുന്നത്. ദീനി കാര്യങ്ങളിൽ അഹമഹമീകയ മുന്നേറിയിരുന്നു. ऐसा मयारी था। അവരുടെ अगर फिर भी साल का इख्ताम ചന്തയുടെ നിലവാരം किया गया तो वो सुनते ही ഉന്നതമായിരുന്നു. खुदा के फजल എന്നാലും വർഷാവസാനം और अपने അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് കേട്ടുടനെ क्योंकि दुआ അള്ളാഹു തന്നിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ അവർ എണ്ണാൻ തുടങ്ങി. इस तरह അങ്ങനെ 1,00,000 ഫ്രാങ്ക് ചന്ത ഇനത്തിൽ കൂടുതലായി നൽകി. तरफ से भी चंदे का इंतजार है तो फौरन उसकी तरफ से भी 30,000 अदा कर दिए। അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന മകളുടെ ഇത്ര ചന്ത വരാനുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് 30,000 നൽകി. മകൾക്കറിയാൻ കഴിഞ്ഞപ്പോൾ അവരും നൽകാൻ ഒരുങ്ങി. चंदा बाकी है तो वो भी उन्होंने अदा कर दिया। तो ये इस तरह के लोग भी हैं। മറ്റൊരു മകളുടെ ചന്തയുടെ കുറച്ചുകൂടി ചന്ത ബാക്കിയുണ്ടെന്നറിയിച്ചപ്പോൾ ഇതും അവർ നൽകി. चंदों की अहमियत തങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് तंजानिया के मुल्क साहब लिखते हैं ചന്തയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് നൽകുന്നവരും ജനങ്ങളിലുണ്ട്. तो उन्होंने फौरन തൻസാനിയയിലെ മുബല്ലി സാഹിബ് എഴുതുന്നു, और बाजों ने ചന്ത നൽകാത്തവരോട് നൽകാൻ പറഞ്ഞപ്പോൾ ഉടനെ की तरफ तवज्जो दी। ചന്ത നൽകുകയുണ്ടായി. माली लिखते हैं ചിലർ തങ്ങളുടെ कि हमारे मौलाना अब्दुल कादिर അത്യാവശ്യ കാര്യങ്ങൾ വരെ മാറ്റിവെച്ചുകൊണ്ട് ने बताया ചന്ത നൽകുകയുണ്ടായി. और कि इसमें बड़ी बरकत അമീർ സാഹിബ് മാലി എഴുതുന്നു, ഞങ്ങളുടെ മുഅല്ലിം അബ്ദുൽ ഖാദിർ ചന്തയെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊടുത്തു. ഇതിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. इतात नहीं थी। उसने पूछा कितना चंदा चाहिए। അവിടത്തെ बताया कि जो ഇമാം സാഹിബ് വളരെ പാവപ്പെട്ടവനായിരുന്നു. സൈക്കിൾ വാങ്ങാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. कि जो भी आप അദ്ദേഹം ചോദിച്ചു, എത്ര ചന്ത വേണം? മുഅല്ലിം സാഹിബ് പറഞ്ഞു, അള്ളാഹു എത്രയാണ് തന്നത് അതനുസരിച്ച് നൽകുക. 1000 फ्रांक इमाम साहब താങ്കൾ നൽകുന്നതിൽ കുറവ് വരുത്തരുതെന്നും കൂടെ പറയുകയുണ്ടായി. साथ ही कहते हैं दिल में ये सोचा അപ്പോൾ ഇമാം സാഹിബ് बरकत वाली बात दुरुस्त 1000 ഫ്രാങ്ക് ചന്ത ഇനത്തിൽ നൽകി. को साइकिल के बजाय मोटर ചന്ത കൊണ്ട് ബർക്കത്ത് ലഭിക്കുമെങ്കിൽ സൈക്കിളിന് പകരം മോട്ടോർ സൈക്കിൾ വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമെന്ന് മനസ്സിൽ കരുതി. के बजाय उन्होंने 65,000
6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നൽകി. एक अहमदी 1000 ഫ്രാങ്ക് ചന്ത जिनका बजट 12 നൽകിയതിന് പകരം 65,000 ഫ്രാങ്ക് ചന്ത നൽകുകയുണ്ടായി. ഹരിയാനയിലെ ഒരു അഹമ്മദിയുടെ ने कहा कि ചന്ത 12,000 രൂപയായിരുന്നു. 50,000 रुपये माना है, इसलिए ചന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ चनाचे उन्होंने അദ്ദേഹം പറഞ്ഞു, मुताबिक अदायगी शुरू कर दी। എന്റെ മാസവരുമാനം 50,000 രൂപയാണ്, ഇതനുസരിച്ച് ബജറ്റ് ഉണ്ടാക്കുക. അതനുസരിച്ച് അദ്ദേഹം फिर जम्मू कश्मीर की एक ചന്ത നൽകുകയും स्कूल टीचर है, ചെയ്തു. पूरे इलाके में ഇന്ത്യയിലെ ഇൻസ്പെക്ടർ വഖഫ് ജദീദ് എഴുതുന്നു, अपनी आमद के लिहाज से इनका ये तरीका है ജമ്മു കാശ്മീരിലെ ഒരു സ്ത്രീ സ്കൂൾ ടീച്ചറാണ്. कि लोग की तरफ से ആ പ്രദേശത്ത് വഖഫ് ജദീദ് ചന്ത ഇവരുടേതാണ് ഏറ്റവും കൂടുതൽ. वादा लिखवाती है, ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ചോദിക്കും, भी कर देती ഖലീഫത്തുൽ മസീഹിൽ നിന്നുള്ള നിർദ്ദേശം എന്താണ്, എന്ത് ബജറ്റാണ് നിർണയിച്ചത്, അതനുസരിച്ച് തന്റെ ചന്ത വർദ്ധിപ്പിച്ച് लिखवाया। എഴുതിക്കുക എന്നതാണ് അവരുടെ ശൈലി. മാത്രമല്ല നേരത്തെ തന്നെ അത് അടച്ചു തീർക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷവും फिर इंस्पेक्टर वफीदी വാഗ്ദാനം എഴുതിപ്പിക്കുകയും वहाँ के आसनूर തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ 20,000 രൂപ കൂടുതൽ നൽകുകയും ചെയ്തു. ഇൻസ്പെക്ടർ വഖഫ് ജദീദ് എഴുതുന്നു, ആസ്നൂർ ജമാഅത്തിൽ ഒരു जब भी कहते हैं उनके पास चंदा देने के लिए गए, इस शख्स के पास जो വ്യക്തി അതായത് ഖാജ സാഹിബിന്റെ അടുത്ത് तरक्की का सुनाते हैं, इस मरतबा उनके पास गए, ചന്ത പിരിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ दोस्तों को തന്റെ പുരോഗതിയുടെ ഏതെങ്കിലും സംഭവം അദ്ദേഹം കേൾപ്പിക്കും. कारोबार में मुकाबला ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്ത് ചന്ത വാങ്ങാനായി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുറെ ദരിദ്രരായ ആളുകൾക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുത്തും ഇപ്പോൾ കച്ചവടത്തിൽ അവർ എന്നോട് മത്സരിക്കുന്നു. मुकाबला करें। അദ്ദേഹം പറയുന്നു, കച്ചവടത്തിൽ എന്നോട് മത്സരിക്കുന്നുണ്ട് അവർ, അത് ശരി തന്നെ. അള്ളാഹു അവരുടെ കച്ചവടത്തിൽ പുരോഗതി നൽകട്ടെ. അവർ ചന്ത നൽകുന്നതിലും എന്നോടൊപ്പം മത്സരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പറയുന്നു, എന്റെ ചരക്ക് മാർക്കറ്റിൽ എത്തുമ്പോൾ വില കുറവാണെങ്കിൽ തന്നെയും അള്ളാഹു സ്വയം അതിനുള്ള നല്ല റേറ്റ് നിശ്ചയിച്ചു നൽകുന്നു. चंदे की अहमियत उन पर वाज़ेह होती है। सिर्फ ये बाहर के എത്രയോ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതായിട്ടുണ്ട്. ചന്തയുടെ പ്രാധാന്യം അവരിൽ വ്യക്തമാകുമ്പോൾ അവരും ചന്ത നൽകുന്നു. പുറമേ നിന്ന് ലഭിക്കുന്നതിൽ മാത്രം അവർ ആശ്രയിക്കുന്നില്ല, അവർ സ്വയം ത്യാഗം ചെയ്യുന്നുണ്ട്. സ്വന്തം കാലിൽ वाक़या से भी जाहिर है, നിൽക്കാൻ और ये सब कुछ അവര് एक अहमदी की ശ്രമിച്ചു വരികയും ചെയ്യുന്നു. जिसकी ഈ സംഭവങ്ങളിൽ നിന്നും ഇതെല്ലാം വ്യക്തമാകുന്നുണ്ട്. में हमें तालीम വിശുദ്ധ ഖുർആൻ और जिसकी अहमियत ധനത്യാഗത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന അധ്യാപനങ്ങളുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ അഹമ്മദിയും ഇത് ചെയ്യുന്നത്. माल से അതിന്റെ പ്രാധാന്യം ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിവരിച്ചു തരികയും ചെയ്തിരിക്കുന്നു. പറയുന്നു, ലോകത്ത് മനുഷ്യൻ ധനത്തെ വളരെയധികം സ്നേഹിക്കുന്നു. माल है, ഇത് കാരണമാണ് സ്വപ്നവ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒരാൾ തന്റെ കരൾ പറിച്ച് ഒരാൾക്ക് നൽകി എന്ന് കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ധനമാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് കാരണം തന്നെയാണ് യഥാർത്ഥ തഖ്വയും വിശ്വാസവും കരസ്ഥമാക്കാനായി ना खर्च करोगे। ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചെലവഴിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് യഥാർത്ഥ നന്മ കൈവരിക്കാൻ സാധ്യമല്ല. സൃഷ്ടികളോട് സഹാനുഭൂതിയും സഹായവും നൽകാൻ ധനം ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യത്തിലേക്കാണ് സൂചന നൽകുന്നത്. സമസൃഷ്ടികളെയും മറ്റു ദൈവസൃഷ്ടികളെയും സേവിക്കുക എന്നത് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഭാഗമാകുന്നു. ഇതില്ലാതെ ഈമാൻ പൂർണ്ണമാവുകയോ സുദൃഢമാവുകയോ ചെയ്യുകയില്ല. ത്യാഗം ചെയ്യാത്തിടത്തോളം മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കും? മറ്റുള്ളവരിൽ നന്മ എത്തിക്കാനും ത്യാഗം അനിവാര്യമാണ്. फरमाई गई है, बस ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിൽ ഈ ഒരു ത്യാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. का मयार ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യുക എന്നതും മനുഷ്യന്റെ സൗഭാഗ്യവും തഖ്വയുടെ ഉന്നത പദവിയും അതിന്റെ അളവുകോലുമാണ്. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യം ഉന്നയിക്കുന്നു, ഉടനെ അദ്ദേഹം വീട്ടിലുള്ളതെല്ലാം കൊണ്ടുപോയി തിരുപാദങ്ങൾ സമർപ്പിക്കുന്നു. അള്ളാഹു തആല ഈ ത്യാഗം ചെയ്യുന്ന എല്ലാവർക്കും ഈ ആത്മാവ് മനസ്സിലാക്കിയവർക്കും ധനത്തിലും സമ്പത്തിലും അംഗങ്ങളിലും അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് ഇനി അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം 56-ാം വർഷമായിരുന്നു. പുതിയ വർഷം 57-ാം വർഷമാണ്. साल था 2014 തുടങ്ങുന്നത്. അതിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. കഴിഞ്ഞ വർഷമായ 56-ാം വർഷത്തിൽ 84,000 पाउंड की माली कुर्बानी जमात ने पेश की।
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫ് ജദീദിന് मुकाबले पे 4,66,000 पाउंड ज्यादा थी। 54,64,000 പൗണ്ടിന്റെ ത്യാഗം ചെയ്യാനുള്ള दुनिया की पोजीशन തൗഫീഖ് ലഭിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4,66,000 പൗണ്ട് കൂടുതലാണ്. ഈ വർഷം ബ്രിട്ടന്റെ സ്ഥാനം 1 से मुराद ये है कि पहले पाकिस्तान की बात न किया करता था कि पाकिस्तान को निकाल के ബ്രിട്ടന്റെ इस साल സ്ഥാനം 1 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യമൊക്കെ പാകിസ്ഥാന് ശേഷം ഒന്നാമത്തേത് എന്നാണ് ഞാൻ പറയാറുള്ളത്, പാകിസ്ഥാനെ ഒഴിവാക്കിയിട്ട്. എന്നാൽ ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബ്രിട്ടന്റെ സ്ഥാനം പാകിസ്ഥാനേക്കാൾ മുകളിലാണ്. नंबर 2, फिर अमेरिका, फिर जर्मनी, फिर कनाडा, फिर हिंदुस्तान, फिर ऑस्ट्रेलिया। പാകിസ്ഥാന് ഒഴിവാക്കി നമ്മൾ പറയുന്നതിന് മാറ്റിക്കൊണ്ട് ഇപ്പോൾ പുതിയത് ബ്രിട്ടൻ 1, പാകിസ്ഥാൻ 2, അമേരിക്ക, ജർമ്മനി, കാനഡ, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, ബെൽജിയം. इस साल जो वसूली की है बहुत नुमाया അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ अल्लाह ताला ബ്രിട്ടൻ ഈ വർഷം के वालों नफूस में പിരിച്ചെടുത്തത് വ്യക്തമായ വർധനവോടുകൂടിയാണ്. तो बहुत അള്ളാഹു ചന്ത നൽകുന്ന എല്ലാവരുടെയും സമ്പത്തിലും ആളുകളിലും അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. और इनको भी बड़ी कोशिश അമേരിക്കയും ജർമ്മനിയും को मेंटेन ഏറെ വെച്ച് നോക്കുമ്പോൾ വളരെ പിന്നിലാണ്. അവർക്ക് മുൻകടക്കണമെങ്കിൽ വളരെയേറെ പരിശ്രമിക്കേണ്ടതായി വരും. മാത്രമല്ല ഇതിനെ നിലനിർത്താൻ ഇവർക്കും ശരിക്കും പാടുപെടേണ്ടതായി വരും. ഇവരുടെ ചാട്ടം എത്രയും കൂടുതലാണ്. राबे के जमाने में भी पाकिस्तान नंबर 2 पे आया था कि चंदा तरीके दी ചിലർ ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു മഷൂറ തന്നേക്കാം. അതായത് അതിൽ ഖലീഫത്തുൽ മസീഹ് റാബിന്റെ കാലത്ത് ചന്ദ തരീജദീദിൽ പാകിസ്ഥാൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അദ്ദേഹം അപ്പോൾ പുറമെയുള്ളവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്ക് പണമയക്കുമ്പോൾ കുറച്ച് കൂടുതൽ നൽകി നിങ്ങൾ ഇത് ചന്ത ഇനത്തിൽ നൽകുക എന്ന് പറഞ്ഞിരുന്നു. दे दिया, वही कायम रहे। പാകിസ്ഥാന്റെ സ്ഥാനം നിലനിർത്താനായി താങ്കളും ഇങ്ങനെ പറയണമെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയില്ല. बहरहाल उनका एक അള്ളാഹു ആർക്കാണോ സ്ഥാനം നൽകിയത് അതിൽ നിലനിൽക്കുക, ഓരോരുത്തരും അവരുടെ പരിധി അനുസരിച്ച് പരിശ്രമിക്കുക. എന്നാൽ പാകിസ്ഥാന് അവരുടേതായ ഒരു സ്ഥാനമുണ്ട്. दी है। അവരുടെ കറൻസി അവിടുത്തെ അവസ്ഥ കാരണം വളരെയധികം ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണെങ്കിലും തന്നെയും വലിയ ത്യാഗങ്ങളാണ് അവർ ചെയ്തത്. പൊതുവിലുള്ള പാകിസ്ഥാന്റെ അവസ്ഥ കാരണം ബിസിനസ് അവസാനിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ അഹമ്മദികളെ പ്രത്യേകം ഉന്നം വെച്ചുകൊണ്ട് അവരുടെ ബിസിനസ്സുകളെ തകർത്ത് കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അവർ ത്യാഗ നിലവാരത്തിൽ വളരെ ഉന്നതമായ സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. അള്ളാഹു അവരുടെ ധനത്തിലും ആളുകളിലും ബർക്കത്ത് ഇടുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ. അവർക്ക് സമാശ്വാസം ലഭിക്കുമാറാകട്ടെ. അവർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചാൽ അവരുടെ ത്യാഗത്തിന്റെ ഫലമായി ഒരു പക്ഷേ അടുത്ത വർഷം ने भी जो छलांग लगाई है, अल्लाह പുറമേ നിന്നുള്ള ഒരു സഹായവുമില്ലാതെ തന്നെ അവർ സ്വയം सेक्रेटरी साहब മുന്നേറിയേക്കാം. ബ്രിട്ടൻ अमीर साहब को ഈ പ്രാവശ്യം കുതിച്ചതും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഖഫ് ജയ്ദ് സെക്രട്ടറിക്കും അമീർ സാഹിബിനും बड़ी जमातों में ഇനി കൂടുതൽ ദുആയും പരിശ്രമവും നടത്തേണ്ടതായി വരുന്നതാണ്. ഇതിനുശേഷം जमात है, फिर अमेरिका है। വലിയ ജമാഅത്തുകളിൽ अमेरिका വ്യക്തിഗത ചന്തയുടെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം മിഡിൽ ഈസ്റ്റിലെ ജമാഅത്താണ്. പിന്നീട് അമേരിക്കയാണ്, സ്വിറ്റ്സർലാൻഡ്. അമേരിക്കയുടേത് 83 പൗണ്ടാണ് പെർ ഹെഡ്. लिहाज से लगता है इनमें इजाफा हुआ है। ആദ്യത്തേതിന് 93 പെർ ഹെഡാണ്. സ്വിറ്റ്സർലാൻഡ് 61, 38 पाउंड, ബെൽജിയം 43, UK 45 എണ്ണത്തിലാണ് ഇവിടെ വർധനമുണ്ടായത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ചന്ത വർദ്ധിച്ചത്. ഓസ്ട്രേലിയ 39 പൗണ്ട്, ഫ്രാൻസ് 38 പൗണ്ട്, കാനഡ 32, ജപ്പാൻ 30 പൗണ്ട്, സിംഗപ്പൂർ, ജർമ്മനി, നോർവേ 29 പൗണ്ട്. इस तादाद में അംഗങ്ങളുടെ എണ്ണം बच्चे शामिल हुए हैं। 10,40,720 चंदा से अफ्रीका वाले भी नोट करें, ആഫ്രിക്കയിലെ നവ ആമദികളും കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു. चंदे दिए हैं, चाहे वो कोई ആഫ്രിക്കയിലുള്ളവർ ഒരു കാര്യം ഇനി മുതൽ ഓർക്കുക, ആരെല്ലാമാണ് ചന്ത നൽകിയത് അവരുടെ ലിസ്റ്റും അയക്കുക. 10 പെൻസിൽ നൽകുന്നവരാണെങ്കിലും അവരുടെ പേരും അയക്കണം. ഓരോ ജമാഅത്തിന്റെയും അംഗങ്ങളുടെ എണ്ണം അറിയാൻ സാധിക്കുന്നതാണ്. അംഗങ്ങളുടെ എണ്ണവർദ്ധനവിൽ വരുത്തിയതിൽ ബുർക്കിന ഫാസോ, मजमूई वसूली ബെനിൻ, സെറാലിയോൺ, ഗാംബിയ, നൈജർ, ഐവറി കോസ്റ്റ്, തൻസാനിയ എന്നിവരാണ് ഏറ്റവും മുമ്പിൽ. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ നൈജീരിയ ഏറ്റവും മുന്നിലാണ്. ഘാന, മൊറീഷ്യസ്. हुआ है, सोम कराची है। പാകിസ്ഥാനിൽ ആദ്യ बालगान 3 ജമാഅത്തുകൾ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാഹോർ, റബുവ, में इस्लामाबाद, കറാച്ചി. सरगोदा,
മുതിർന്നവരുടെ ചന്തയുടെ അടിസ്ഥാനത്തിൽ ജില്ലയുടെ സ്ഥാനം സിയാൽകോട്ട്, റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, സർഗോദ, ഗുജറാൻവാല, ഗുജറാത്ത്, മുൽത്താന്, നാറോവാൾ, ഹൈദരാബാദ്. അത്ഫാലിൽ 3 ജമാഅത്തുകൾ ലാഹോർ, കറാച്ചി, റബുവ. അത്ഫാലിൽ ജില്ലാ തലത്തിൽ सियालकोट नंबर 1 ही है സിയാൽകോട്ട്, റാവൽപിണ്ടി. പുരുഷന്മാരിലും കുട്ടികളിലും സിയാൽകോട്ട് 1ാം സ്ഥാനത്താണ്. नारोवाल मुल्तान ननकाना से റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, ഗുജറാൻവാല, സർഗോദ, ഗുജറാത്ത്, നാരാവൾ, മുൽത്താന്, നൽക്കാന സാഹിബ്. बर्मिंघम वेस्ट है, जिलिंगम है, रेंस पार्क, മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 10 ജമാഅത്തുകൾ नॉर्थ है, ऑस्लो नॉर्थ, ബർമിംഗം വെസ്റ്റ്, ജല്ലിംഗം, റെയിൻസ് പാർക്ക്, മസ്ജിദ് ഫസില്, ബൂസ്റ്റർ പാർക്ക്, ഓസ്ബർ നോർത്ത്, रीजन के लिहाज से पहला नंबर വിംബിൾഡൺ, साउथ, ബ്രെഡ്ഫോർഡ് സൗത്ത്, ബാലം, ന്യൂ മോഡേൺ. റീജൻ അടിസ്ഥാനത്തിൽ മിഡിൽ സെക്ട് സൗത്ത്, फिर मिडलैंड और नॉर्थ ईस्ट. मेरा ख्याल है സൗത്ത് എന്ന് മാത്രമാണോ? निश्चित हो ലണ്ടൻ, മിഡ്ലാൻഡ്, നോർത്ത് ഈസ്റ്റ്. स्पिन वैली എനിക്ക് തോന്നുന്നത് और ब्रामले സൗത്ത് ലണ്ടൻ എന്നായിരിക്കുമോ? മൊത്ത പിരിവിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ജമാഅത്തുകൾ സ്പെൻ വാലി, ബ്രാംലെ, हैं, लॉस എൻഡേഷ്യം, एम्पायर, सिलिकॉन वैली, ഡബണൻ, കോർവോൾ, നോർത്തംപ്ടൺ. लॉस एंजलिस ईस्ट, അമേരിക്കയിലെ 10 ജമാഅത്തുകൾ ലോസ് ഏഞ്ചലസ്, ഇൻലൻഡ് എംപയർ, സിലിക്കോൺ വാലി, ഡിട്രോയിഡ്, സയാറ്റൽ, ലോസ് ഏഞ്ചലസ് ഈസ്റ്റ്, സെൻട്രൽ ജേഴ്സീസ്, സിൽവർ സ്പ്രിംഗ്, സെൻട്രൽ വെർജീനിയ, ഡയലസ് വർത്ത്, ബുസ്റ്റൺ. आमस्टर्ड और विस्बाडन. ജർമ്മനിലെ 5 ജമാഅത്തുകൾ वसूली के लिए ലോക്കൽ ഇമാരത്തുകളുടേത് എംബർഗ്, നവസ്റ്റ്, ഫ്രാങ്ക്ഫർട്ട്, ബോസ്വറാവ്, റാംസ്റ്റൺ, വീസ്ബാദൻ. माइंस, ഉസൂരിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിലെ 10 ജമാഅത്തുകൾ റൂറൻമാർക്ക്, വെലി, നിദ, ഫ്രൻബർഗ്, മൈൻസ്, ഫുൾഡ, कनाडा की बड़ी जमातें നോയസ്, റോൺഹാങ്, സ്യൂ, പ്രോംവാൻഡ്, നോക്കർ, कैनरा की छोटी കോലോൺ. एडमिंटन, കനഡയിലെ വലിയ ജമാഅത്തുകൾ കൽഗരി, പീസ് വില്ലേജ്, പോം, വെങ്കോവർ. मजमूई കനഡയിലെ ചെറിയ ജമാഅത്തുകൾ എഡ്മിന്റൺ, ഡർഹൻ, ഹാർട്ട്ബർഗ്, സിസ്കോട്ടോൺ, സൗത്ത് മിൽവണ്ടൻ. तमिलनाडु, മൊത്തം മുതലുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ कादियान पंजाब, 1ാമത്തെ സ്ഥാനം കേരളം, ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ഒഡീസ, കർണാടക, കാദിയാൻ പഞ്ചാബ്, മഹാരാഷ്ട്ര, ഡൽഹി, ഉത്തർപ്രദേശ്. कोलकाता, മസൂരിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 10 ജമാഅത്തുകൾ കരുളായി, കാലിക്കറ്റ്, കണ്ണൂർ ടൗൺ, ഹൈദരാബാദ്, കാദിയാൻ, കൊൽക്കത്ത, ചെന്നൈ, പയങ്ങാടി, മംഗളൂർ, ഋഷിനഗർ, പത്തപ്പിരിയം, മാത്തോട്ടം, കേരങ്. एक അള്ളാഹു ത്യാഗം ചെയ്ത എല്ലാവർക്കും അനന്തമായി നൽകുമാറാകട്ടെ. साहब बोस्टन अमेरिका का है. 23 सितंबर നമസ്കാരങ്ങൾ ശേഷം ഒരു ജനാദയെ നമസ്കരിപ്പിക്കുന്നതാണ്. बात पा गए. ബഹുമാനപ്പെട്ട യൂസുഫ് ലത്തീഫ് സാഹിബ്, ബോസ്ബൻ, അമേരിക്ക. 23 ഡിസംബർ 2013 93-ാം വയസ്സിലാണ് മരിച്ചത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒക്ടോബർ 1920 ജനിച്ചത്. आपके हज़रत मुस्लिम अलैहिस्सलाम ടെന്നീസ് സ്റ്റേറ്റിൽ मुस्लिम हुई സ്റ്റേറ്റിൽ बाद 1948 में ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം 1948 ബയ്യത്തിന് തൗഫീഖ് ലഭിച്ചത്. ആഫ്രിക്കൻ അമേരിക്കൻ അഹമ്മദിയാണ്. ആദ്യകാല ആഫ്രിക്കൻ അമേരിക്കയിൽ अल्लाह ताला और सच्चाई से अपना എണ്ണപ്പെടുന്ന വ്യക്തിയാണ്. ഈ മാന്യദേഹം डॉक्टरेट की डिग्री हासिल പലപ്പോഴും പറയാറുള്ളത്, ഇനി വിശ്വസിക്കാതിരുന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബയ്യത്ത് ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നും സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു കളയും എന്നുള്ളതാണ്. की वजह से വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായി അധ്യാപനം നടത്തി വിവിധ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. അതിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഉൾപ്പെടും. ഇദ്ദേഹത്തിന്റെ പ്രശസ്തി കാരണം ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അമേരിക്കയിലും ലോകത്തെല്ലായിടത്തും പെട്ടെന്ന് പ്രചരിക്കുകയുണ്ടായി. അമേരിക്കയിലെ സുപ്രധാന പത്രങ്ങളിൽ അത് വരികയും ചെയ്തു. പ്രസിഡന്റ് ക്ലിന്റൺ വൈറ്റ് ഹൌസിൽ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഇദ്ദേഹം സൽവാർ കമ്മീസ് ധരിച്ചാണ് പോയത്. പാകിസ്ഥാനിയായിരുന്നില്ല, ഇദ്ദേഹം ആഫ്രിക്കൻ അമേരിക്കൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും ഉന്നത അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് നോബൽ സമ്മാനത്തിന് തുല്യമായിരുന്നു. അഹമ്മദിയായതുകൊണ്ട് ദീനി കാര്യങ്ങളിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. മ്യൂസിക്കിനെ സംബന്ധിച്ച് കുറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും മദ്യം വിളമ്പുന്ന ഒരു സദസ്സിലും പങ്കെടുക്കുമായിരുന്നില്ല. ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്. ധനത്യാഗത്തിലും ചന്തയുടെ കാര്യത്തിലും വലിയ ത്യാഗങ്ങളാണ് സമർപ്പിച്ചത്.
ലോക്കൽ സെക്രട്ടറിമാർ പറയുന്നു, थे कि मुझे आज भी ഇദ്ദേഹത്തിന് മാസത്തിൽ ശമ്പളത്തിന്റെ ചെക്ക് എപ്പോൾ കിട്ടിയാലും ആദ്യം നിർബന്ധ ചന്തകൾ നൽകുമായിരുന്നു. और ये वही है जो हजरत सल्लल्लाहु ഞാൻ ബയ്യത്ത് ചെയ്തത് മുതൽ ഇന്ന് വരെ എനിക്ക് അടിയുറച്ച വിശ്വാസം അഹമ്മദിയത്തിന്റെ വഴി തന്നെയാണ് സത്യത്തിന്റെ വഴി എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മാർഗം തന്നെയാണിത്. ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഒരിക്കലും നശിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ എന്റെ കുടുംബവും ഈ മാർഗത്തിൽ ചരിച്ചുകൊണ്ട് മോക്ഷം പ്രാപിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അഹമ്മദിയത്ത് സേവനവും സാഹോദര്യവും സ്ഥാപിക്കുന്നതിനുള്ള അധ്യാപനങ്ങളാണ് അഹമ്മദിയത്ത് നൽകുന്നത്. ഖാദിയാനും റബുവിൽ സന്ദർശിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ജൽസയിൽ ലണ്ടനിൽ വന്നിരുന്നു. ഖിലാഫത്തിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. 3-ാം ഖലീഫയും 4-ാം ഖലീഫയും എന്നെയും കണ്ടിട്ടുണ്ട്. बहुत नेक और नमाजों के पाबंद थे। ലണ്ടനിൽ ജൽസയിൽ വന്നപ്പോൾ രോഗിയായിരുന്നു, വീൽ ചെയറിലായിരുന്നു. हाय शफीक और हर एक से प्यार और मोहब्बत നല്ലവനും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുമായിരുന്നു. ജുമ്മ നമസ്കരിക്കാൻ കൃത്യത കാണിച്ചിരുന്നു. എല്ലാവരോടും വാത്സല്യത്തോടും സ്നേഹത്തോടും വർത്തിച്ചിരുന്നു. മുഖ്ലിസായിരുന്നു. അഹമ്മദികൾ കൂടാതെ അനാമദികളോടും വളരെ നല്ല സ്നേഹത്തോടും ബന്ധപ്പെട്ടിരുന്നു. अल्लाह का बहुत शौक रखते थे। ജമാഅത്തിൽ ദീർഘകാലം വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിക്കാനുള്ള സൌഭാഗ്യം ലഭിച്ചു. ദേവതയിലുള്ള കാര്യത്തിന് വളരെ താൽപര്യമായിരുന്നു. ജമാഅത്തി സാഹിത്യങ്ങൾ തന്റെ കൂട്ടുകാർക്കും അയൽവാസികൾക്കുമെല്ലാം വിതരണം ചെയ്തിരുന്നു. എപ്പോഴും നോട്ടീസ് പോക്കറ്റിൽ ഇടും. തന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത് നൽകും. कुतुब शाह സ്വന്തം ചെലവിൽ കാഴ്ചയില്ലാത്തവർക്കായി ഇസ്ലാമത്തജ്ഞാനവും की उस्मान गान में अहल കുട്ടികളുടെ തർബിയത്തിനുള്ള പുസ്തകങ്ങളും ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. मुकरम മൂസിയായിരുന്നു. ഭാര്യ ആയിഷ ലത്തീഫ് സാഹിബ, മകൻ യൂസുഫ് ലത്തീഫ് സാഹിബ് എന്നിവരാണ് സന്തപ്ത കുടുംബാംഗങ്ങൾ. അള്ളാഹു ഇവർക്കെല്ലാവർക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ നന്മയിൽ ചരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.